ரீடேக் அடிச்சிட்டேன். அதுல வருது. பட் அது பண்ண என்னோட ஃபேவரட் சீன் இன் தி ஃபிலிம், ஒன் ஆஃப் தி ஃபேவரட். எனக்கு அது ஃபீல், எனக்கு அதை விட அவர் சாப்பிட்டுட்டு பேசுவார் எல்லாமே. ஐ ஃபாலோட் ஹிம். இந்த படத்துல புது எஸ்.ஏ. சூர்யாவை வந்து அவர் காட்டியிருக்காரு. அவர் பண்ண படம் மாதிரி நியூ ஒரு புது எஸ்.ஏ. சூர்யாவை வந்து அருண்குமார் சார் எனக்கே இன்ட்ரோடியூஸ் பண்ணி வச்சுட்டாரு. இந்த ஷூட்டிங் ஸ்பாட்ல இருந்து மற்ற இடத்துக்கு போகும்போது இதை நான் கேரி பண்ணிட்டு தான் போறேன். இந்த இவர் எனக்கு கற்றுக் கொடுத்த அந்த ஒரு இவர் எனக்கு டேம் பண்ண ஒரு விஷயத்த நான் மற்றலையும் அப்ளை பண்ணி போறேன். அது எனக்கு ரொம்ப பிடிச்சிருக்கு. எனக்கு ரொம்ப பிடிச்சிருக்கு. ஸோ இந்த மாதிரி தான் எஸ்.ஏ. சூர்யா சார் വെയിറ്റിംഗ്. സുരാജ് ചേട്ടാ, ഇവിടെ വേറൊരു ടെറിട്ടറിയിലോട്ട് കയറാണ്. നമുക്ക് ഇവിടെ പോയി തമിഴിൽ പോയിട്ട് തെലുങ്കിൽ പോയിട്ടുള്ള ശരിക്കും ആർട്ടിസ്റ്റ് നമ്മുടെ സൈഡിൽ നിന്ന് പോയിട്ട് മണിച്ചേട്ടൻ പോയിട്ട് ശരിക്കും പേര് പോയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിട്ടാണ്, പക്ഷെ ഇപ്പോൾ ഒരു കറക്റ്റ് ആയിട്ടൊരു എൻട്രിയിൽ പോവുകയാണ്. കൂടെ ചിയാൻ സാറുണ്ട്, ദുസ്രയുണ്ട്, ഇവിടെ എസ്.ഏ. സൂര്യ സാറുണ്ട്, ഡയറക്ടറുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു ജേർണി? ഇവരുടെ കൂടെയൊക്കെ ഇവരെ റാങ്ക് ചെയ്തോ കയറി ഉടനെ? அவரிப்ப பயங்கர ஃபேமஸ் அங்க தமிழ்நாட்டுல. அவரோட இன்டர்வியூக்கு எல்லாரும் பயங்கர மேட் ஃபேன் ஆயிட்டாங்க. வைரலா போயிடுச்சு. இல்ல ஆல்மோஸ்ட் லைக் ஆன்லைன் சேனல்ஸ் எல்லாமே பார்த்தாலே உங்களோட இன்டர்வியூ ഞങ്ങളുടെ ട്രെയിലർ പോലായി. ട്രെയിലർ എല്ലാരും പടം കാണണം. സുരാജ് ഇന്റർവ്യൂവിൽ തന്നെ ഇങ്ങനെ ഉണ്ടാവുമ്പോ പടത്തിൽ എങ്ങനെ ഉണ്ടാവും? എല്ലാരും വിചാരിക്കണം ഇത് ശരിക്കും ഒരു കോമഡി പടമായി മാറിയുണ്ട്. അതന്നെ അപ്പൊ പറഞ്ഞു. വളരെ സീരിയസ് ആയിട്ട് പറയും. അതെ അതെ, ഒന്നും പറയുന്നില്ല. വലിയൊരു സന്തോഷമാണ് എനിക്ക് തമിഴിൽ കിട്ടിയ ഒരു അന്യഭാഷാ സിനിമ അഭിനയിക്കുന്നതിലപ്പുറം എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഒരു വാം വെൽക്കമിങ് ഉണ്ട്. അപ്പൊ അതിന് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. സംവിധായകൻ, ഇപ്പൊ നേരത്തെ സാറ് പറഞ്ഞ പോലെ എന്താ കഥ ശരിക്കും പറഞ്ഞാൽ ആദ്യം ഞാൻ ശ്രദ്ധിച്ചേ ഇല്ല. കൊച്ചിയിൽ ഇങ്ങനെ കഥ പറയാൻ വന്നപ്പോൾ ഞാൻ വേറൊരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗ്യാപ്പിൽ വന്നിട്ട് കഥ കേട്ട് നമ്മുടെ ശരി സാർ ഓക്കെയാണ്, റെഡി എന്ന് പറഞ്ഞു. പിന്നീട് അതിനുശേഷം അസോസിയേറ്റിനോട് എനിക്ക് ആ കഥ ഫുള്ളൊന്ന് പറഞ്ഞു തരണം. അഭിനയിക്കുന്നതിന്റെ തലേദിവസം ബാക്കിയെല്ലാം പിന്നെ സാറ് കറക്റ്റ് വേർഡ്സ് ഒക്കെ അയച്ചു തന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് അരുൺ സാറിൻ്റെ ഇഷ്ടമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ അതായത് ചെന്നിട്ട് ഒരു സീൻ എടുക്കുമ്പോൾ അതിന്റെ ഫുൾ സീനും അത് നമ്മൾ പ്ലേ ചെയ്യും. എന്താണ് ഫുൾ സീനും പ്ലേ ചെയ്ത് പുള്ളി നേരത്തെ പറഞ്ഞ പോലെ കറക്റ്റ് മീറ്ററൊക്കെ സെറ്റ് ചെയ്ത് അപ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൽ അങ്ങ് ഇന്നാവും. നമ്മൾ ആ ക്യാരക്ടറിലേക്ക് കറക്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് എന്താണ് നടക്കുന്നതെന്നുള്ള ക്ലിയർ ആയിട്ട് അതിന് ശേഷം മാത്രമേ ഷോട്ട് പോലും പ്ലാൻ ചെയ്യും. എവിടെ ക്യാമറ വയ്ക്കുന്നതെന്ന് പോലും വയ്ക്കും. അതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞത് ഇത് തമിഴിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. തമിഴിപ്പം ഇനിയിപ്പോ അടുത്ത തെലുങ്കിലോട്ടോ അങ്ങനെ വേറെ ഭാഷകളിലൊക്കെ വിളിക്കാനുള്ള കോൺഫിഡൻസ് നോക്കിയോ? ചിലപ്പോ നാളെ മറ്റന്നാളെ നീ വാട്ടുക്കളെങ്ങനെ വെച്ച് വേറൊരു തെലുങ്ക് ഇന്റർവ്യൂ നീ കാണും. ആദ്യം തമിഴ് അറിയില്ലല്ലോ. ഇന്റർവ്യൂല് അവര് എന്നെ ചോദിക്കും, ഇല്ലെങ്കിൽ അവര് സർ നിങ്ങൾ ഇല്ല ഞാൻ പറയട്ടെ ഏത് ഞങ്ങൾ തുടങ്ങണം ഇല്ല ഞാൻ പറയട്ടെ പറഞ്ഞിട്ട് ഫുള്ളായിട്ട് മുഴുവൻ തമിഴില് സംസാരിച്ചു. പിന്നെ ആങ്കർ പറഞ്ഞു ഞാൻ മലയാളി, കുറച്ച് ഒരു മലയാളിയാണ്, ലൈക് ഷി വാണ്ട് ടു ഡു മലയാളത്തിലെ ഒരു ഇന്റർവ്യൂ. അവർ പറഞ്ഞു